പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ആദ്യമായി പങ്കുവെക്കാനുള്ളത് കോഡി റോഡ്സ് വേഴ്സസ് കാർമെലോ ഹെയ്സ് തമ്മിലുള്ള സിംഗിൾസ് മത്സരം അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതൊരു നോൺ ടൈറ്റിൽ മത്സരമാണ്, ചാമ്പ്യൻഷിപ്പ് മത്സരമല്ല. ഈ ഒരു മത്സരത്തിലേക്ക് എത്തുന്നതിന് മുൻപ് കോഡി റോഡ്സിൻ്റെതായി നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ച സെഗ്മെൻറ്റിൽ കോഡി റോഡ്സ് റിംഗിലേക്ക് വരുന്നു. കെവിൻ ഓവൻസിനെ റിംഗിലേക്ക് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം വെല്ലുവിളിക്കുന്നു. കെവിൻ ഓവൻസ് റിംഗിലേക്ക് വരുന്നില്ല, അദ്ദേഹം ക്രൗഡിൻ്റെ ഇടയിൽ നിന്നാണ് സംസാരിക്കുന്നത്. കെവിൻ ഓവൻസ് പറയുന്നത് റാൻഡി ഓർട്ടനെ കെവിൻ ഓവൻസ് ആക്രമിക്കാനുള്ള കാരണം കോഡി റോഡ്സ് ആണ്. കോഡി റോഡ്സ് ബ്ലഡ് ലൈൻ്റെ കൂടെ നിന്നുകൊണ്ട് പോരാടുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതായത് കെവിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് കെവിൻ ഓവൻസ് ആ ഒരു ഫ്രസ്ട്രേഷനാണ് കോഡി റോഡ്സിനോട് കാണിച്ചത്. ആ ഫ്രസ്ട്രേഷൻ കാണിക്കുന്നതിൻ്റെ ഇടയിൽ റാൻഡി ഓർട്ടൻ ഇടപെട്ടത് കൊണ്ടാണ് റാൻഡിയെ ആക്രമിക്കേണ്ടി വന്നത്. ഇതെല്ലാം കാരണം നീയാണ് എന്നുള്ളതാണ് കോഡിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെവിൻ ഓവൻസ് പറയുന്നത്. അപ്പോൾ കോഡി കൊടുക്കുന്ന ഒരു മറുപടി അത് നിനക്ക് തോന്നുന്നതാണ്, അങ്ങനെയൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. എന്തായാലും നമുക്ക് തമ്മിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം നമുക്കൊരു മാച്ചിലൂടെ തീർക്കാം എന്നുള്ളതും കോഡി മുന്നോട്ടേക്ക് വയ്ക്കുന്നുണ്ട്. മത്സരം എന്ന് വേണമെന്നുള്ളത് കെവിൻ ഓവൻസിന് ചൂസ് ചെയ്യാമെന്ന് കോഡി പറയുന്നുണ്ടെങ്കിലും മത്സരം എന്ന് നടക്കണമെന്നുള്ളത് കെവിൻ ഓവൻസ് പറയുന്നില്ല. ഇപ്പോൾ WWE നിന്ന് കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഈ സർവൈവർ സീരീസ് വാർ ഗെയിംസ് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന മറ്റൊരു സ്പെഷ്യൽ ഇവൻറ്റിലായിരിക്കും കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് കെവിൻ ഓവൻസിനെതിരെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഈ ഒരു ഭാഗം കഴിയുന്നതിന് ശേഷമുള്ള മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ വെച്ചിട്ടാണ് കാർമെലോ ഹെയ്സുമായിട്ട് കോഡി റോഡ്സ് ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഒരു വാക്ക് തർക്കം ഉണ്ടാകുന്നത്. പിന്നീടാണ് ഈ ഒരു സിംഗിൾസ് മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. വുമൻസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ ആദ്യ റൗണ്ടിലെ മൂന്നാമത്തെ മത്സരമായിട്ട് അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളതിൽ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് നടക്കുന്നത്. പൈപ്പർ നെവൻ വേഴ്സസ് മീച്ചിൻ വേഴ്സസ് പിന്നെ മൂന്നാമത്തെ റെസ്ലറായി പങ്കെടുക്കേണ്ടിയിരുന്നത് ജേഡ് കാർഗിലായിരുന്നു. ജേഡ് കാർഗിലിന് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ വമ്പൻ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട്. ആ അപകടത്തിന് കാരണക്കാർ ആര് എന്നുള്ളത് ഇപ്പോഴും അറിയാൻ സാധിച്ചിട്ടില്ല. ജെഡ് കാർഗിലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് വരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെഡ് കാർഗിലിനെ മത്സരത്തിൽ നിന്ന് മാറ്റി അവിടെ ആര് എന്നുള്ളൊരു ചോദ്യചിഹ്നം ഇപ്പോൾ WWE ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോറിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് വുമൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിൻ്റെ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ റൗണ്ടിലെ രണ്ടാമത്തെ മത്സരം കാണാൻ സാധിച്ചു. മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ബ്ലെയർ ഡെവൻപോർട്ട്, ചെൽസി ഗ്രീന്, ബിയാങ്ക ബെലേർ തുടങ്ങിയവരായിരുന്നു. മത്സരം അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ബിയാങ്ക ബെലേർ വിജയത്തിൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്താണ് പെട്ടെന്നൊരു ബാക്ക് സ്റ്റേജ് വീഡിയോ അവർ സ്ക്രീനിൽ കാണിക്കുന്നത്. ജെഡ് കാർഗിൽ ഒരു കാറിൻ്റെ മുകളിൽ കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയൊരു അപകടം ജെഡ് കാർഗിലിന് നടന്നു, അല്ലെങ്കിൽ വലിയൊരു ആക്രമണം ജെഡ് കാർഗിലിനെതിരെ നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പെട്ടെന്ന് തന്നെ ബിയാങ്ക ബെലേർ അങ്ങോട്ടേക്ക് പോകുന്നു. ഈ അവസരം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിട്ടാണ് മുതലെടുത്തുകൊണ്ടാണ് ചെൽസി ഗ്രീൻ ബ്ലെയർ ഡെവൽപോർട്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് ക്വാളിഫൈ നേടുന്നത്. അപ്പോൾ ആദ്യ റൗണ്ടിൽ വിജയിച്ച ബെയ്ലി, ചെൽസി ഗ്രീൻ തുടങ്ങിയവർ സെമി ഫൈനലിൽ ഏറ്റുമുട്ടും, അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതും ഉറപ്പായിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് ചാമ്പ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ചാമ്പ എന്ന് പറയുന്ന റെസ്ലർ വില്ലനാകാൻ പോകുന്നു, അല്ലെങ്കിൽ ചാമ്പയും ജോണി ഗർഗാനയും ഒരുമിച്ച് വില്ലന്മാരാകാൻ പോകുന്നു എന്നുള്ള ഒരു സ്റ്റോറിയാണ് നിലവിൽ സ്മാക്ഡൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മാക്ഡൗൺ എപ്പിസോഡിൽ ചാമ്പ വേഴ്സസ് മോൻഡസ് ഫോർഡ് തമ്മിലുള്ള ഒരു 1-on-1 മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൽ മോൻഡസ് ഫോർഡ് ചാമ്പയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നതാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം ചാമ്പ മോൻഡസ് ഫോർഡിനെ ആക്രമിക്കുന്നു. ജോണി ഗർഗാനെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് ഏഞ്ചലോ ഡോക്കിങ്സ് വരുന്നുണ്ട്. ഏഞ്ചലോ ഡോക്കിങ്സിനെയും ചാമ്പ ആക്രമിക്കുന്നു. അവിടെയും ജോണി ഗർഗാനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ജോണി ഗർഗാനയെ പിടിച്ചു തള്ളിക്കൊണ്ട് ചാമ്പ നിൽക്കുന്ന സമയത്ത് നിലവിലെ ടാഗ് ടീം ചാമ്പ്യന്മാരായ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് അങ്ങോട്ടേക്ക് കയറി വരുന്നു. ചാമ്പ പെട്ടെന്ന് റിംഗ് വിട്ട് ഇറങ്ങുന്നതും മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ജോണി ഗർഗാനയുടെ കൂടെ നിൽക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ചാമ്പ വില്ലനായി കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഈ ഒരു സ്റ്റോറി ലൈനിൽ ഇനി ജോണി ഗർഗാനയും കൂടി വില്ലനായിക്കൊണ്ട് അവർ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസിനെ ആക്രമിച്ച് ആ ടാഗ് ടീം ടൈറ്റിലിന് ചലഞ്ച് ചെയ്യുന്ന കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് പോകുന്ന സ്റ്റോറി ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചാമ്പയിലൂടെ ജോണി ഗർഗാനയും വില്ലനാകുന്നതാണ് അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്.
പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റൂമേഴ്സ്. അതിൻ്റെ മറ്റൊരു ഭാഗം കൂടിയാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നിലവിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ LA നൈറ്റിനെ സംബന്ധിച്ചാണ്. LA നൈറ്റിൻ്റെ ടൈറ്റിൽ ഇന്ന് സാന്റോസ് എസ്കോബാറിനെതിരെ LA നൈറ്റ് ഡിഫെൻഡ് ചെയ്തു. നല്ല കിടിലൻ മത്സരം കാണാൻ സാധിച്ചു. മത്സരത്തിൽ സാന്റോസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് LA നൈറ്റിൻ്റെ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഷിൻസ്കെ നാക്കമോറയുടെ ഒരു വീഡിയോ ഫുട്ടേജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. LA നൈറ്റിന് ഭയങ്കര പേടിയാണ് എന്നുള്ളതും ഇരുട്ടിനെ LA നൈറ്റ് ഭയക്കുന്നു എന്നും കാണികളുടെ കൂടെ നിൽക്കാനാണ് LA നൈറ്റ് ഇഷ്ടപ്പെടുന്നത് എന്നും ഒറ്റയ്ക്കാകുമ്പോൾ അവന് ഭയങ്കര ഭയമാണെന്നും അത് താൻ മനസ്സിലാക്കി എന്നുള്ളതും അതായിരുന്നു താൻ ഇത്രയും കാലം LA നൈറ്റിനെ വാച്ച് ചെയ്തിട്ട് കണ്ടെത്തിയ ആ ഒരു വീക്ക്നെസ് എന്നുള്ളതും ഷിൻസ്കെ നാക്കമോറ പറയുന്നുണ്ട്. ഈ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഷിൻസ്കെ നാക്കമോറ എൻട്രൻസ് റാമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും LA നൈറ്റിൻ്റെ വിജയത്തിന് തടസ്സമായില്ല. LA നൈറ്റ് വിജയിച്ച ഉടനെ തന്നെ ഷിൻസ്കെ നാക്കമോറ വന്നിട്ട് LA നൈറ്റിനെ ആക്രമിക്കുന്നു. അവസാനം ഒരു കിൻഷാസ കൊടുത്ത് ഫിനിഷറൊക്കെ അടിച്ചിട്ടാണ് ഷിൻസ്കെ നാക്കമോറ റിംഗ് വിട്ട് പോകുന്നത്. അപ്പോൾ സർവൈവർ സീരീസിൽ LA നൈറ്റ് വേഴ്സസ് ഷിൻസ്കെ നാക്കമോറ തമ്മിലുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരം പ്രതീക്ഷിക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് വുമൻസിൻ്റെ വാർ ഗെയിംസ് മത്സരത്തെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഒരു ടാഗ് ടീം മത്സരം കാണാൻ സാധിച്ചു. ബെയ്ലിയും നയോമിയും ടീം ആയിക്കൊണ്ട് മിസിസ് മണി ഇൻ ദ ബാങ്കായ ടിഫനി സ്ട്രാറ്റൻ, കാൻഡിസ് ലെറെ തുടങ്ങിയവർക്കെതിരെയാണ് ടാഗ് ടീം മത്സരം കളിച്ചത്. മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവസാനിച്ചത്. വുമൻസ് ചാമ്പ്യനായ നയ ജാക്സ് നയോമിയെയും ബെയ്ലിയെയും ആക്രമിക്കുന്നു. ടിഫനിയും കാൻഡിസ് ലെറയും ബെയ്ലിയെ ആക്രമിക്കുന്നു. അവിടെ ഇയോസ്കൈ രക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇയോസ്കൈയെ അടിക്കാൻ വേണ്ടി റഗിൽ റോഡ്രിഗസും വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗനും വരുന്നുണ്ട്. ഇവരെ ആക്രമിക്കാൻ വേണ്ടി കയ്യിലൊരു കെൻഡോ സ്റ്റിക്കുമായിട്ട് റിയ റിപ്ലി വരുന്നതും റിയ റിപ്ലി റഗിൽ റോഡ്രിഗസിനെ കെൻഡോ സ്റ്റിക്ക് ഉപയോഗിച്ച് ആക്രമിക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നത് ജേഡ് കാർഗിലിന് പകരം ആരായിരിക്കും വരാൻ പോകുന്നത് എന്നതാണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു അപ്ഡേറ്റുകൾ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇനി വരുന്ന വീഡിയോസിലൂടെ പങ്കുവെക്കാം. അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡ് ലൈവ് അല്ല. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിന് ശേഷം ഷൂട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ അടുത്ത സ്മാക്ഡൗൺ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജേഡ് കാർഗിൽ വുമൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് WWE ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് CM പങ്ക് എന്തുകൊണ്ട് റോമൻ റീൻസിൻ്റെ ടീമിൽ ചേർന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സോളസിക്കോവയുടെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലൈൻ ഗ്രൂപ്പും റിംഗിൽ വന്നിട്ട് സെഗ്മെൻറ്റ് നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. മെയിൻ ഇവൻറ്റിൽ റോമൻ റീൻസിൻ്റെ ബ്ലഡ് ലൈനെ റിംഗിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവർ സറണ്ടർ ചെയ്യണമെന്നുള്ളത് സോളസിക്കോവ മുന്നോട്ടേക്ക് വെക്കുന്നു. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ റോമൻ റെയിൻസും സാമി സെയിനും ഊസോസും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സാമി സെത്ത് റോളിൻസിനോട് ഒരു വട്ടം കൂടി ചോദിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ അതൊരിക്കലും വേണ്ട എന്നുള്ളത് റോമൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോളി റോഡ്സിനെയും ഇനി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട എന്നുള്ളതും റോമൻ റെയിൻസ് മറുപടി എന്നോണം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ തനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് റോമൻ റെയിൻസ് മെയിൻ ഇവൻറ്റിലെ സെഗ്മെൻറ്റിലേക്ക് എത്തുന്നത്. മെയിൻ ഇവൻറ്റിലെ സെഗ്മെൻറ്റിൽ സോളോയുടെ ടീം വന്നിട്ട് റോമൻ്റെ ടീമിനെ അങ്ങോട്ടേക്ക് ചലഞ്ച് ചെയ്യുന്നു. റോമൻ റെയിൻസിൻ്റെ ബ്ലഡ് ലൈൻ ഗ്രൂപ്പ് റിങ്ങിലേക്ക് കയറുന്നു. അവരോട് സോളോ ആവശ്യപ്പെടുന്നത് സറണ്ടർ ആകും, എൻ്റെ ടീമിൽ ചേരൂ, നമുക്ക് ഒരുമിച്ച് നിന്നാൽ നമുക്ക് കുറേയധികം വർഷം കൂടി ഈ WWE ഭരിക്കാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ 4 പേരേ ഉള്ളൂ, 5ാമത്തെ ആൾ നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങളുടെ കൂടെ ഇപ്പോൾ വൈസ് മാൻ ഇല്ല, നിനക്ക് യാതൊരുവിധ പ്ലാനും ഇല്ല, തൻ്റെ കൂടെ നിന്ന് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് സോളസിക്കോവ പറയുന്നത്. അതിനുള്ള മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് സോളോ തന്നെ മൈക്കെടുത്ത് റോമൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് റോമൻ പറയാൻ എന്തെങ്കിലുമൊക്കെ ശ്രമങ്ങൾ നടത്തുന്നതിന് മുൻപ് തന്നെ പോൾ ഹേമൻ്റെ ഒരു പ്രതികരണമാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പോൾ ഹേമൻ്റെ ഒരു പ്രതികരണം അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. പോൾ ഹേമൻ വരുന്നു, അദ്ദേഹത്തിൻ്റെ പതിവ് പോലെയുള്ള സെൽഫ് ഇൻട്രഡക്ഷനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം പറയുന്നു ഈ സർവൈവർ സീരീസ് വാർ ഗെയിംസ് മത്സരം ഒരു 4 അല്ലെങ്കിൽ 4 വേഴ്സസ് 5 അങ്ങനെയുള്ള ഒരു ലെവലിൽ നടക്കാൻ പോകുന്നില്ല. അത് 5-on-5 എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത്. 5ാമത്തെ മെമ്പർ റോമൻ റെയിൻസിൻ്റെ ടീമിലേക്ക് വേണ്ടിയിട്ട് ഇവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് കൈ ചൂണ്ടുന്ന സമയത്താണ് CM പങ്കിൻ്റെ മ്യൂസിക് പ്ലേ ആകുന്നതും CM പങ്ക് റിങ്ങിലേക്ക് വരുന്നതും റിങ്ങിലേക്ക് വന്ന ഉടനെ തന്നെ ആ ഒരു ഫൈറ്റ് നടക്കുന്നതും. അപ്പോൾ CM പങ്കും റോമൻ റെയിൻസും ഫേസ് ടു ഫേസ് നിൽക്കുന്ന ഒരു ഷോട്ടോട് കൂടിയിട്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് ഇന്ന് അവസാനിക്കുന്നത്. അപ്പോൾ ബേബി ഫേസിൻ്റെ ടീം, അതായത് ഫേസ് ക്യാരക്ടറിൻ്റെ ടീം സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളതാണ് ആ ഒരു ഫൈറ്റിൻ്റെ അവസാനത്തെ സ്റ്റോറി ആക്കിയിട്ട് സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. സ്മാക്ഡൗൺ എപ്പിസോഡ് അതികിടിലമായിരുന്നു. CM പങ്ക് എന്തുകൊണ്ട് റോമൻ റെയിൻസിൻ്റെ ടീമിൽ വന്ന് ചേർന്നു എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഉത്തരം മുഖ്യ കാരണം പോൾ ഹേമൻ ഗായ് ആയിരുന്നു CM പങ്ക് എന്നുള്ളതാണ്.
പോൾ ഹേമൻ വിളിച്ചിട്ടാണ് CM പങ്ക് വന്നത് എന്നുള്ളത് CM പങ്ക് തന്നെ റോമൻ റീൻസിൻ്റെ മുഖത്തു നോക്കി പറയുന്നുണ്ട്. റോമൻ റീൻസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പോൾ ഹേമന് വേണ്ടിയിട്ടാണ് താൻ വന്നത് എന്നുള്ളത് CM പങ്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാമത്തേത് CM പങ്കിന് നിലവിൽ കൃത്യമായിട്ടുള്ള സ്റ്റോറി ഇല്ല, എതിരാളികളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഫില്ലർ മാച്ച് പോലെ സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ പങ്കെടുക്കാൻ സാധിക്കും. ഓൾറെഡി സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ CM പങ്കിനെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മറ്റൊരു മത്സരം കൊടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിലേക്ക് എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലേക്ക് CM പങ്കിനെ ഇട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. മൂന്നാമത്തേത് മുഖ്യമായിട്ടുള്ള കാരണം സെത്ത് റോളിൻസിന് എതിരെയുള്ള CM പങ്കിൻ്റെ സ്റ്റോറിക്കും കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ കിട്ടും എന്നുള്ളതാണ്. അതായത് സെത്ത് എടുക്കാത്ത ആ ഒരു തീരുമാനം താൻ എടുത്തു. അപ്പോൾ CM പങ്കിന് ഒരു പടിയും കൂടി സെത്തിൻ്റെ മുന്നിൽ ആളാകാൻ സാധിക്കും. അതുപോലെ തന്നെ സെത്തിനും തിരിച്ച് CM പങ്കിനോടുള്ള ശത്രുത വർദ്ധിക്കാൻ ഇതൊരു പോയിന്റ് ആയേക്കാം. കാരണം താൻ ഒരിക്കലും ടീമാകാൻ ആഗ്രഹിക്കാത്ത റോമൻ റീൻസിൻ്റെ കൂടെ പോയി റോമൻ റീൻസിനെ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സെത്തും പങ്കും തമ്മിലുള്ള ഒരു റെസ്ലിമേനിയ തലത്തിലുള്ള സ്റ്റോറിക്ക് കുറച്ചും കൂടി ഹീറ്റ് കൊണ്ടുവരാനും സാധിക്കും. അങ്ങനെ ഒട്ടനവധി സ്റ്റോറിയിലെ സാധ്യതയുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് CM പങ്ക് റോമൻ റീൻസിൻ്റെ ടീമിലേക്ക് വരുന്നതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ഓവറോൾ അതികിടിലമായിരുന്നു. എല്ലാതും കൃത്യമായിട്ടുള്ള സ്റ്റോറിയുള്ള മത്സരങ്ങളും സെഗ്മെൻറ്റുകളുമായിരുന്നു. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.